ഹിന്ദി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ചിത്രത്തിന്റെ ഗംഭീര പ്രതികരണമാണ് ഹിന്ദി ബെൽറ്റുകളിൽ നിന്നും ലഭിക്കുന്നത്. കുറച്ചു തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തിനെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് പ്രദർശനം പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും ചിത്രത്തിന് അധിക ഷോകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. മാർക്കോ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ ഞെട്ടിക്കുന്ന പ്രശംസ ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും കേട്ടിട്ടില്ല എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത്. ചിത്രം കാണാൻ അക്ഷമയോടെ കാത്തിരുന്നു. ഉണ്ണി മുകുന്ദനാൽ താൻ കൊല്ലപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നടനെ ടാഗ് ചെയ്ത് രാം ഗോപാൽ വർമ്മ എക്സിൽ കുറിച്ചു. ഹിന്ദി പതിപ്പിന് പിന്നാലെ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾ ഉടൻ തന്നെ പുറത്തിറങ്ങും. തെലുങ്ക് പതിപ്പ് ജനുവരി 1-നും തമിഴ് പതിപ്പ് ജനുവരി 3-നുമാണ് പുറത്തിറങ്ങുക. മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തിയ ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമാണ്. ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് മുഹമ്മദ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരുന്ന സിനിമയിലെ സംഘടനാ രംഗങ്ങൾ ഒരുക്കിയിരുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റർ ആണ്. ഇതുപോലുള്ള സിനിമാ അപ്ഡേഷൻസും മറ്റു വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.